ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തറവാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. കൂട്ടത്തിൽ ഞങ്ങളൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് മുളക് തൈ പായി പൊടിപ്പിച്ചതാട്ടോ. ഞാൻ ഇത് പറിച്ചെടുക്കാന്ന്. ഇത് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് പറിച്ചെടുക്കുന്നത്. തറവാടിൻ്റെ അടുത്തൊരു ഫ്രണ്ട്സുണ്ട്. അവൾ മുളക് തൈക്ക് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഞാൻ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വഴുതിനെ പാകിയതാണ് കേട്ടോ. കുറേ പാകിനും അധികമൊന്നും പൊടിച്ചില്ല, കുറച്ച് മാത്രമേ പൊടിച്ചുള്ളൂ കേട്ടോ. ഞാൻ മുളക് തൈ പാകി പൊടിപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെയെല്ലാം പൊരിച്ച് കുഴിച്ചിട്ടതാണ്. ഇത് കുറേ കവറിലുണ്ട്. അപ്പം അത് അപ്പുറത്തോട്ടാണ്. അതൊക്കെ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ മുളക് തൈയൊക്കെ പറിച്ചെടുത്തിട്ടോ പിന്നെ ഒരു പേപ്പറിലേക്ക് കെട്ടുകയാണ്. അതൊക്കെ കെട്ടിയെടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടോ. നടന്നാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിൽ പാലം നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി നടന്നു പോകാമെന്ന് കേട്ടോ. വണ്ടി അപ്പുറം വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് വേണം പോകാൻ. ഇവിടെയാണ് പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടത്. അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങൾ പോകാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു കുടുംബ വീട്ടിൽ കയറിയതാണ് കേട്ടോ. അവിടെ പെങ്ങളെ വീടാണ്. അപ്പോൾ അവിടുന്ന് ഇരേച്ചി കുഞ്ഞൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത്, പിന്നെ കുറേ പൂക്കളൊക്കെ ഉണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഏഡ് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ അവിടെ മുറ്റത്ത് തന്നെ കുറേ മാങ്ങ ഉണ്ടാകുന്ന മാവുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തിയിട്ടോ. അത് ഇവിടെ കുറേ ചക്ക ഉണ്ടാകുന്ന ഒരു പ്ലാവുണ്ട് കേട്ടോ. നല്ല ചക്കയാണ്, നല്ല വരിക്ക ചക്ക. അപ്പോൾ അതും കൂടി പറിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ മൂപ്പര് മൂത്തിക്കാന്നൊക്കെ നോക്കുകയാണ്. മേലോട്ടുണ്ട് കുറേ ചക്ക. അപ്പോൾ ഇന്ന് താഴെയുള്ളത് പറിക്കാന്ന് വിചാരിക്കുകയാണ്. മേലെ കണ്ടോ ഒന്നിച്ചും കൂടി നിൽക്കാണ്ട് നല്ല വലിപ്പമുള്ള ചക്കയാണ്. അങ്ങനെ താഴെയുള്ള ഒരു ചക്ക പറിച്ചിട്ടിട്ടോ. ഇപ്പം തറവാട് ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തതാണ്. അവർ കുഴിച്ചിട്ട മുളക് തൈയാണ് കേട്ടോ ഇത്. അങ്ങനെ താഴത്തെ പിലാമിൽ ഒരു ചക്ക കൂടിയിട്ട് കേട്ടോ. അത് നല്ലോണം മൂത്തതാണ്. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് പറിക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ അത് കെട്ടുപോയി ഒരു ഭാഗം. അങ്ങനെ അതും കൂടി പറിച്ചെടുക്കാൻ കേട്ടോ. ഇതും നല്ല അടിപൊളി ചക്ക കേട്ടോ. നല്ല വരിക്ക ചക്കയാണ്. നല്ല ചുളക്കൊക്കെ നല്ല വലിപ്പമുള്ള ചക്കയാണ്. പൊങ്ങിയാലും നല്ല ടേസ്റ്റുള്ള ചക്കയാണ് കേട്ടോ. മൂപ്പരത് പറിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായി കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് പറിച്ച് താഴെയിട്ട് ചക്കേൻ്റെ ഒരു ഭാഗം കെട്ടുപോയിനു. അതൊക്കെ ചെത്തി മാറ്റി മുറിച്ച് താഴെ വീട്ടിലൊക്കെ കൊടുത്തിട്ടോ. പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാണ്. പിന്നെ മറ്റേ ചക്ക എടുത്തിട്ട് അവിടെ ഈ താഴെ കാണുന്ന വീട് ഏട്ടൻ്റെ വീടാണ്. അതിൻ്റെ അപ്പുറത്തെ വീട് ആപ്പൻ്റെ വീടാണ്. ചക്ക കൊണ്ടുപോയി അവിടെ വെച്ചാലാണ് ഞങ്ങൾക്ക് വണ്ടിയിൽ അവിടുന്ന് എടുത്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവരാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത്. ഇവർ അച്ഛൻ്റെ അനുജൻ്റെ മോൻ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. അവർക്ക് വേറെ വീടുണ്ട്, തൽക്കാലം ഇപ്പോൾ അവിടെ താമസിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ചക്ക കൊണ്ടുവച്ചിട്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് എടുത്ത് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ ഹസ്ബൻഡ് ചക്ക വണ്ടിയിലൊക്കെ ആക്കി കൊണ്ടുപോയിട്ടോ. ഞാൻ പോയില്ല. ഞാൻ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോയി. ഇതാണ് ഫ്രണ്ട്സിൻ്റെ വീട്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തന്നെ മുപ്പത്തി ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് ചിരിക്കുന്നത്. അപ്പോൾ മുപ്പത്തിക്ക് മുളക് തൈയൊക്കെ കൊടുത്ത്, പിന്നെ മോളെനിക്ക് കുറച്ച് ചെടിയൊക്കെ വെട്ടിത്തരികയാണ് കേട്ടോ. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ മോളെനിക്ക് പരിചയപ്പെടുത്തി തന്നതാണ്. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുളിയുള്ള എന്ത് സാധനം കഴിച്ച് കഴിഞ്ഞാലും പിന്നെ നമുക്ക് മധുരമായിട്ടാണ് കുറേ സമയത്തേക്ക് നമുക്ക് അനുഭവപ്പെടുകയെന്ന് മോളെനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട്. അല്ലാതെ ഇത് ഞാൻ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
കുറേ പ്രണവിൻ്റെ വീഡിയോയിലൊക്കെ അവർ കഴിച്ചിട്ട് പിന്നെ പറയുന്നത്. അപ്പം മോള് അത് മിറാക്കിൾ ഫ്രൂട്ട് പറിച്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും പറിച്ചൊക്കെ കഴിച്ച് നോക്കി, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ നടന്ന് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെയും ഫ്ലവറിൻ്റെയും ഒക്കെ വീഡിയോ എടുത്ത് ചെടിയൊക്കെ വാങ്ങി നടന്ന് വരികയാണ്. നടന്ന് വരുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് വരിക കേട്ടോ. പൂവൊക്കെ ഇടയ്ക്ക് ഉണ്ടായാലും അപ്പം ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമാണ് പൂക്കളോടും. അങ്ങനെ അവിടെ നിന്നൊക്കെ പോന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ സംരംഭം ഇതാണ്. ഇവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ടൈലറിങ് യൂണിറ്റാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഇപ്പം കുറച്ചായിക്കെല്ലാം തുടങ്ങിയിട്ട് ഞങ്ങൾ കുറേ ചലഞ്ചുകളൊക്കെ നടത്തിയാണ് കേട്ടോ ഇങ്ങനെയൊരു ഷോപ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത്. അച്ചാറിൻ്റെ ചലഞ്ച് 2 പ്രാവശ്യം നടത്തി, തുണീൻ്റെ ചലഞ്ച് നടത്തി. അങ്ങനെ കുറേ പൈസകളൊക്കെ സ്വരൂപിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയൊരു സ്ഥാപനം ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞത്. ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടെ ആരുമില്ല കേട്ടോ, എല്ലാവരും പോയി, ഒരാൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോൾ ടൈലറിങ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് അടിച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേ മെറ്റീരിയൽസാണ്. പിന്നെ റെഡിമെയ്ഡ്സും ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അച്ചാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡിമെയ്ഡ്സ് തുണികളും വാങ്ങി വെക്കുന്നുണ്ട്. ഇനിയിപ്പം മെറ്റീരിയൽസ് കൊണ്ടുവന്ന് ഒന്നിച്ച് അടിച്ച് ഹോൾസെയിലായിട്ട് കൊടുക്കാനാണ് കേട്ടോ ഞങ്ങളെ ഉദ്ദേശം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുകൂടാതെ ഞങ്ങളൊരു ഹോട്ടലും കൂടിയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഷോപ്പിൻ്റെ അപ്പുറത്തായിട്ടാണ് ഹോട്ടൽ തുടങ്ങിയത്. അങ്ങനെ ഞാൻ നടന്നു വരുമ്പോൾ നല്ല കാറ്റും മഴയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ അടുത്ത് എത്താനായി. അപ്പോൾ റോഡ് പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.